അതേപോലെ ഇവിടെ ഒരു തൻബീഹായിട്ട് പറയാനുള്ളത് ഷെയ്ഖുന യഹ്യ സൂചിപ്പിച്ച ഒരു തൻബീഹാണ്. പല ഇഖ്വാകളുടെ അടുത്തുനിന്ന് ഒരുപക്ഷെ തെറ്റുപറ്റി പോകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് പറഞ്ഞൊരു കാര്യമാണ് അദാനിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യം. അദാന്റെ ഇഖാമത്തിന്റെ ഇടയിലുള്ള ദുആ സ്വീകരിക്കപ്പെടുന്നതാണ്. അതിൽ വിഷയത്തിൽ ഹദീസ് വന്നിട്ടുള്ളതാണ് നമുക്കറിയാവുന്നത് പോലെ. അപ്പൊ ചില വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ചില ഇഖ്വകൾ എന്ത് ചെയ്യും, അവർ അദാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇഖാമത്തിന്റെ മുന്നേ ആയിക്കൊണ്ട് അവിടെ ഇരുന്നിട്ട് കൈ ഉയർത്തി ദുആ ചെയ്യുന്നത് കാണാം. എന്നാൽ അവൻ അദാന്റെ ഇഖാമത്തിന്റെ ഇടയിലുള്ള 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചില ആളുകൾ പള്ളിയിലോട്ട് വന്നിട്ട് ആ സമയത്ത് പെട്ടെന്ന് തന്നെ തിടുക്കം കാണിച്ചിട്ട് 2 റക്അത്ത് റവാത്തിബ് നിസ്കരിക്കും. എന്നിട്ട് പെട്ടെന്ന് തന്നെ കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്യാൻ കുത്തിരിക്കും. കാരണം ദുആ ചെയ്യാനുള്ള സമയം ഉപയോഗപ്പെടുത്താൻ വേണ്ടി. അപ്പൊ ഷെയ്ഖ് പറഞ്ഞു അവൻ അവിടെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ്, ആ നിസ്കാരത്തിൽ അവന്റെ ദുആ കൊണ്ടുവരണം. തിടുക്കത്തിൽ നിസ്കാരം തീർത്തിട്ട് ദുആക്ക് തിടുക്കം കാണിക്കാതെ ആ നിസ്കാരത്തില് പ്രത്യേകിച്ച് അവൻ സുജൂദിലായിരിക്കുമ്പോ ദുആ ചെയ്യാൻ നോക്കും. കാരണങ്ങൾ കൂടി ഉത്തരം നൽകപ്പെടാനുള്ള നിസ്കാരത്തിലല്ലാതെ അവൻ കൈ ഉയർത്തി ദുആ ചെയ്യുമ്പോൾ അവൻ അവിടെ ഒരു കാരണമാണ് പ്രധാനമായിട്ടുള്ളത്, ബാങ്കിന്റെ ഇക്കാമത്തിന്റെ ഇടയിൽ എന്നുള്ളത്. എന്നാൽ സുജൂദിൽ അവൻ ദുആ ചെയ്യുമ്പോൾ 2 കാരണങ്ങൾ അവിടെ ഒത്തു വന്നു. ബാങ്കിന്റെ ഇക്കാമത്തിന്റെ ഇടയിലാണെന്നുള്ളതും സുജൂദിലാണ് എന്നുള്ള കാരണവും. വല്ലാഹു അല വ അലം. അതേപോലെ ഷെയ്ഖ് പറഞ്ഞിരുന്നു നിസ്കാരത്തിലാണെന്ത് ഏറ്റവും വലിയ ദുആ ഉള്ളത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഈ ഒരു ദുആക്ക് അല്ലാഹു ഉത്തരം നൽകി കഴിഞ്ഞാൽ ഖലാസ് നമ്മൾ കഴിച്ചല്ലേ.